ഒരു ഉമ്മയുടെ കണ്ണുനീര് പറ്റിയ കഥയാണ് നാളെ പറയുന്നത്. മകനെ പണിക്ക് പോകൂല, ഒരു പെണ്ണുമായി പ്രണയത്തിലായിരുന്നു. മകന് പണിക്ക് പോകൂല, ഒരു പെണ്ണുമായിട്ട് പ്രണയത്തിലായിരുന്നു, വല്ലാത്ത വിഷമത്തിലായിരുന്നു, വലിയ സങ്കടമായിരുന്നു. സുബ്ഹാനല്ലാഹ്. എന്താ ചെയ്യാ? ഓളെ കൂടെ ഉമ്മാനെ വേണ്ട, ആരും വേണ്ട, പ്രേമിച്ച പെണ്ണ് മതി. നാളെ നയന മനോഹരമായ ഫദ്ല ഇൻഷാ അല്ലാഹ് നിങ്ങളോട് പറയാൻ നാളെ പറയാം. പിന്നെ 28-ാം തീയതി നമ്മളെ മജ്‌ലിസാണ്. ഇതിന്റെ ഒരു സങ്കടം കൂടെ പറയണം. ഈ സ്വലാത്ത് മുടക്കാൻ ഒരുപാട് ആൾ കച്ച കെട്ടി ഇറക്കിയിട്ടുണ്ട്. ഒരുപാട് ആള്. ഇപ്പൊ ഇന്നലെ ഒരു മൊയ്ലിയര് രംഗത്ത് വന്നിട്ടുണ്ട്. എന്താ മുപ്പര പ്രശ്നം? സ്വലാത്തിന് ഇഷ്ടം പോലെ ആള് കൂടും. നൂറെ ഹബീബ് തങ്ങളെ ഉയർച്ചയിലെത്തി പച്ച ഷാളൊക്കെ ഒരു തോളിലിട്ട് മൂപ്പര് എന്തൊക്കെ വന്ന് പറയുന്നുണ്ട്. ഇന്നലെ വലിയ ടെൻഷൻ, വേറെ ടെൻഷൻ. ഇന്നലെ രാത്രി 10 മണിക്ക് പെരിന്തൽമണ്ണ ടൗണില് ഒന്ന് ആലോചിച്ചോക്കാണ്. എന്താ ദർസിൽ പഠിക്കുന്ന ഒരു കുട്ടി, 13 വയസ്സുള്ള കുട്ടി, 6 മണി വരെ നമ്മുടെ കോളേജിലുണ്ടായിരുന്നു, നമ്മുടെ ദർസിലുണ്ടായിരുന്നു. 6 മണി കഴിഞ്ഞിട്ട് നോക്കിയപ്പോ കുട്ടിനെ കാണില്ല. 8 മണി വരെ തിരയുക. അവസാനം പോലീസ് സ്റ്റേഷനിൽ പോയി. അങ്ങനെ വെറുതെ ഫോൺ ഇങ്ങനെ വിളിച്ചടങ്ങാറാക്കുക. മജ്‌ലിസ് നടക്കുന്ന സമയത്തും എന്താ ചെയ്യാ? അങ്ങനെ പിന്നെ കുട്ടിനെ കാണാനില്ല. 8:30 മണിയായിട്ട് കുട്ടിനെ കാണാനില്ല. അങ്ങനെ സ്റ്റേഷനിൽ പോയി ഞാൻ കംപ്ലൈന്റ് ചെയ്തു. അങ്ങനെ ഇവന് കുട്ടിയോട് പറഞ്ഞിത്തരേ ഞാന് ഇവിടുന്ന് പോകും. അപ്പൊ അതിന്റെ മുന്നേ ഞാൻ അവനെ ഇവിടുന്ന് ഒഴിവാക്കാൻ വിചാരിച്ചതാ. ഞാന് കമ്മിറ്റിക്കാരോട് പിന്നെ അവനമ്മാനെ വിളിച്ചിട്ട് പറഞ്ഞു അവനെ കൊണ്ടേക്കോളി. പെരക്കാര് പറഞ്ഞു തങ്ങളെ വലിയ ബുദ്ധിമുട്ടാ, വീട്ടിൽ ദാരിദ്ര്യാണ്, പട്ടിണിയാണ്, ഇനി എന്റെ കുട്ടിന്റെ ഭാഗത്ത് അങ്ങനെ ഉണ്ടാവില്ല. അങ്ങനെ ഞാന് എന്താട്ടി ഒരു വട്ടം കൂടെ അവസരം കൊടുത്തു. എന്നിട്ട് ഇന്നലെ ഞാന് 9 മണിക്ക് പോലീസ് സ്റ്റേഷനിലെ കംപ്ലൈന്റ് ചെയ്യണ്ടേ. അങ്ങനെ തെരഞ്ഞു നടന്നു. ഓന്റെ അമ്മയാണെങ്കിൽ ഓനക്ക് ബുദ്ധി കുറവാണ്, ഓനിങ്ങനെ പെരീക്കൊന്നും ഒറ്റക്ക് വരൂല, ഓന് എന്തോ സംഭവിച്ചിട്ടുണ്ടാവും, ഇല്ലെങ്കിൽ വിളിക്കേണ്ടതാണെന്നൊക്കെ പറഞ്ഞിട്ട്